നമസ്കാരം. പശ്ചിമേഷ്യ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തിക്കാൻ നിന്നവരും കത്തിക്കുന്നവരും കത്തിക്കപ്പെടുന്നവരും ആരാണിതിൽ നിരപരാധി, ആരാണിതിൽ അക്രമം നടത്തുന്നത്, ഒന്നിനെക്കുറിച്ചും ഒരാൾക്കൊരറിവില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ. നമ്മളിപ്പോൾ ഈ വാർത്താ ചാനലുകൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഭാഗം അമേരിക്കനെയും ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരങ്ങനെ ആക്കി, ഇറാൻ അടിച്ചമർത്തി, ഇറാൻ തകർന്ന്, ഇറാൻ നാമാവശേഷമായി എന്തെല്ലാം പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിനെ മറുത്ത് കുറച്ച് ടീം ഇറാൻ തിരിച്ച് അമേരിക്കനെ തകർത്തുകൊണ്ടിരിക്കുകയും അമേരിക്ക തകർന്ന് ട്രംപ് ഒന്നും അല്ലാതായി പോയി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ചാനൽ. ഏതാണ് വിശ്വസിക്കേണ്ടത്, ഏതാ അവിശ്വസിക്കേണ്ടതെന്ന് അറിയാത്ത ചിത്രങ്ങളാണ് മുന്നോട്ട് പോയിക്കൊണ്ടത്. എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. ഇറാന് കത്തിയമരുന്ന്, ആണവ നിലയങ്ങൾ നിർമ്മാണത്തിലിരിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ആണവങ്ങൾ, ഹൊർമോസ് കടലിടുക്ക്, അതേപോലെ ചെങ്കടൽ, ഹൂത്തികൾ, സൗദി, ഇതിൻ്റെ ഒരു അജണ്ട നോക്കിക്കഴിഞ്ഞാണല്ലോ എനിക്കത് തോന്നുന്നത് ഇത് കണ്ടറിഞ്ഞ് കളിക്കുകയാണോ എന്നുള്ളതാണ് അമേരിക്ക. എൻ്റെ കാഴ്ചപ്പാടാണ്, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം. കാരണം ഇസ്രായേലിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട് ഇറാൻ. അമേരിക്കക്കാണെങ്കിൽ ഒരു മിസൈലോ കാര്യങ്ങളോ വിട്ടാൽ എത്താൻ കഴിയുന്നതിനും അപ്പുറത്താണ് അമേരിക്ക കിടക്കുന്നത്. പിന്നെ ഇറാനെ കൊണ്ടുപോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്ത് ചെയ്യും? തിരിച്ചടിക്കുന്നത് അവരുടെ ബേസുകൾ എന്ന് പറഞ്ഞാൽ അറബി രാജ്യങ്ങൾ, സ്വന്തം സഹോദര രാജ്യങ്ങൾക്കെതിരെ. അവരുടെ ആത്മീയ നേതാവ് അയത്തുള്ള ഖമനയി അദ്ദേഹത്തിൻ്റെ വഫാത്തിന് ശേഷം, അതായത് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിന് ശേഷം ആരംഭിച്ച ഈ പ്രശ്നങ്ങൾ ഇപ്പോഴാണ് ഈ ഒരു സമയത്ത് രണ്ടാം സെക്ഷനിലാണ് അമേരിക്കൻ പട്ടാളക്കാർ മരണപ്പെട്ട്. അതിനു മുമ്പ് അമേരിക്കൻ കപ്പൽ കത്തി, അമേരിക്കൻ വിമാനങ്ങൾ തകർന്നു വീണെന്നൊക്കെ ന്യൂസുകളുണ്ടായിരുന്നു. അതിലെത്ര സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളതറിയില്ല. പക്ഷേ സ്വത്തും ജീവനും സമ്പാദ്യം നഷ്ടപ്പെടുന്നത് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് മാത്രമാണ്. ഇറാനും ഗൾഫ് രാഷ്ട്രങ്ങൾക്കും. അവരെ ഇറാനെ കൊണ്ടേ അടിക്കുന്നത്, ഇറാൻ കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ ദുബൈയിൽ, ഒമാനിൽ, അല്ലെങ്കിൽ ഖത്തറിൽ, അല്ലെങ്കിൽ സൗദിയിൽ, ഇപ്പോൾ ജോർദാനിലും. കുവൈത്തിൻ്റെ കാര്യമാണ് കഷ്ടം. ആകെ നമ്മുടെ മലപ്പുറം ജില്ലയുടെ അവസ്ഥ. അവിടെ കൊണ്ടുപോയിട്ട് ഇന്നലെ വാട്ടർ പ്ലാന്റിനൊക്കെ അടിച്ച് എന്നൊക്കെ ന്യൂസുകൾ കേൾക്കുന്നതാണ്. നമുക്കിതിനെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇനി ഇങ്ങോട്ട് മുന്നോട്ട് വരേണ്ടതുണ്ട്, വാർത്തകൾ വരേണ്ടതുണ്ട്. അപ്പോൾ അമേരിക്കയുടെ മൂട് താങ്ങി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി വെച്ച സാധനങ്ങളാണ്. പക്ഷേ ഒരു സംരക്ഷണം, ഒരു സമാധാനവും ഇല്ലാതെ ജീവിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഗൾഫ് രാജ്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുമ്പെങ്ങോ കേട്ട് മറന്നൊരു ഇസ്ലാമിക പ്രഭാഷണത്തിൻ്റെ ഒരു ശകലത്തിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ഒരു യുദ്ധം വരാനുണ്ട്, കണ്ണും കാതുമില്ലാത്ത യുദ്ധമായിരിക്കുന്നു. ആ യുദ്ധത്തിൻ്റെ ശത്രുപക്ഷത്ത് ആര് എന്നുള്ളതിനെ കുറിച്ചിട്ട് പ്രവാചകൻ്റെ പ്രവചനങ്ങളിൽ പറയുന്നില്ല. പക്ഷേ ഒരു ലെവലിൽ ഒരു കരാറ് പ്രകാരം പാശ്ചാത്യരും ജസീറത്തുൽ അറബും കൂടെ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നതാണ്. കേട്ടുമറന്ന പ്രസംഗത്തിൻ്റെ ഭാഗമാണ്, പക്ഷേ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അതിൽ പറയുന്നത് ജസീറത്തുൽ അറബ് ഒരുമിച്ച് ഈ സഖ്യസേനയുടെ കൂടെ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്നത്. അത് ഇറാൻ ആവുമോ?
കാരണം ഓൾറെഡി ഇപ്പോൾ സംരക്ഷണം എന്നുള്ളത് കരാറുണ്ട് അമേരിക്കയുമായിട്ട്. അതിൽ സഖ്യസേന, അതായത് ജസീറത്തുൽ അറബ്, സൗദി, UAE, ഒമാന്, കുവൈത്ത്, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും അമേരിക്കൻ പാശ്ചാത്യരും ചേർന്നിട്ട് ആ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യും, അതിൽ വിജയിക്കും എന്നാണ് പ്രവചനങ്ങളുള്ളത്. അപ്പം അതിൻ്റെ ആരംഭമാണോ ഇത് എന്നുള്ളൊരു ഡൗട്ട് ഇല്ലാതില്ല. അതിൽ സഖ്യസേന വിജയിക്കുമെന്നും ആ വിജയാഘോഷം നടക്കുന്നതിനിടയിൽ ചില സംഭവങ്ങൾ, അതായത് ഈ വിജയം കുരിശിൻ്റെ വിജയമാണെന്ന് ഒരാളെ ജസീറത്തുൽ അറബിൻ്റെ സേന കൊലപ്പെടുത്തുമെന്നും ആ കരാർ അവിടെ വെച്ച് റദ്ദാക്കി അവർ തിരിച്ചു പോകുമെന്നും, അവർ തിരിച്ചു വരുന്നത് 80 രാജ്യങ്ങൾ ഒരുമിച്ച് ജസീറത്തുൽ അറബിനെതിരെ വലിയൊരു യുദ്ധം വരുമെന്നൊക്കെ പ്രവചനങ്ങളുണ്ട്. അതിൻ്റെ ആരംഭമാണോ എന്നുള്ളൊരു ഡൗട്ടിലാണ്, ഒരു ചിന്തയിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ കാസിമി ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടതാണ്. ഇനിയൊരു ഇറാനിലോ ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൾഫിനാക്കും അത് ഏറ്റവും ബാധിക്കുക. അതോടുകൂടെ സാമ്പത്തിക രംഗം തകരുമെന്ന് 2000-ലോ 2006-ലോ 2000 കാലഘട്ടങ്ങളിൽ പ്രസംഗിച്ചൊരു പ്രസംഗത്തിൽ കാസിം ഉസ്താദ് പറഞ്ഞു കേട്ടിരുന്നു. അതിൻ്റെ നേർ ചിത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹോർമൂസിലെ പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടിൽ വരെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു എന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. പ്രശ്നങ്ങൾ തീരട്ടെ എന്നുള്ള പ്രതീക്ഷയോടെ ബൈ.